ആശാപ്രവർത്തകരുമായുള്ള മൂന്നാമത് മന്ത്രിതല ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇന്നലെ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ഇനി ചർച്ചയ്ക്കില്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു. രാപ്പകൽ സമരം തുടങ്ങി ഇന്ന് 54-ാം ദിവസമാണ്. നിരാഹാര സമരം തുടങ്ങി ഇന്ന് 16-ാം ദിവസവും എത്തിയിരിക്കുന്നു. സൂര്യഗായത്രിയുണ്ട് വിവരങ്ങളുമായി. സൂര്യ, ദിനങ്ങളുടെ എണ്ണം അങ്ങനെ കൂടുകയാണ്. 54 ഇപ്പോൾ. അതുപോലെ നിരാഹാര സമരത്തിന്റെ എണ്ണം 16-ാം ദിവസത്തിലേക്കും എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പോലും അവർക്ക് പ്രതീക്ഷയ്ക്കൊരു വകയില്ല ആശാപ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രേഡ് യൂണിയനുകളും കൂടി ആ ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തിരുന്നു. എന്നാൽ ട്രേഡ് യൂണിയനുകൾ വളരെ വിഭിന്നമായ ഒരു അഭിപ്രായമാണ് നൽകിയത്. ആ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും അല്ലേ ആശാപ്രവർത്തകരുടെയും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാൻ കാരണം? ആശാപ്രവർത്തകരുടെ സമരം തുടങ്ങിയ അന്നു മുതൽ തന്നെ അവരുടെ സമരത്തെ തള്ളിപ്പറയുകയും സമരത്തിനെതിരെ അധിക്ഷേപങ്ങൾ പ്രയോഗിക്കുകയും ചെയ്ത ട്രേഡ് യൂണിയനുകളാണ് CITU INTUC എന്ന് പറയുന്നത്. ഈ രണ്ട് ട്രേഡ് യൂണിയനുകളെ കൂടെ ഇന്നലെ ആശാവർക്കർമാർക്കൊപ്പം ചർച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് എന്തിന് വിളിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടിയാലോചിച്ച് ചർച്ച ചെയ്യട്ടെ, തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സമര നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ആശാവർക്കർമാർ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഇപ്പോൾ പ്രധാനമായിട്ടും ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ഉൾപ്പെടെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 7,000-ൽ നിന്ന് 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് തുടക്കം മുതൽ തന്നെ ആശാപ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ ചർച്ചയിൽ ആരോഗ്യ വകുപ്പിന് മുമ്പിൽ ഒരു 3,000 രൂപയെങ്കിലും കൂട്ടിത്തന്നാൽ മതി എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് ആശാപ്രവർത്തകർ താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലും അംഗീകരിച്ച് നൽകാനുള്ള ഒരു തീരുമാനം ഇന്നലത്തെ ചർച്ചയിലും ഉണ്ടായില്ല എന്നുള്ളതാണ്. മൂന്നാമതാണ് മന്ത്രിതല ചർച്ച നടത്തുന്നത്. അതിൽ ആദ്യഘട്ടമാണ് ഇന്നലെ പൂർത്തിയായത്. രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പിനോട് ആശാപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ഇനിയുമുള്ള ഒരു ചർച്ചയ്ക്ക് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. CITU ഇന്നലെ തന്നെ ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണറേറിയം വർധനവ് എന്നൊരു ആവശ്യം തങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കില്ല എന്നുള്ള കാര്യം. കാരണം ഓണറേറിയം വർധനവിൽ യാതൊരുവിധ താല്പര്യവുമില്ല മറ്റ് ട്രേഡ് യൂണിയനുകൾക്ക് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം ഓണറേറിയം ലഭിക്കുന്നത്, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഓണറേറിയം ലഭിക്കുന്നത് കേരളത്തിലെ ആശാപ്രവർത്തകർക്കാണ് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ട്രേഡ് യൂണിയനുകൾ നേതാക്കളിൽ പലരും ആ നിലപാട് തന്നെ സ്വീകരിക്കുന്ന പശ്ചാത്തലമാണ് നമ്മൾ കാണുന്നതും. അതുകൊണ്ട് തന്നെ ആശാപ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ചർച്ചയിൽ ട്രേഡ് യൂണിയനുകൾ പങ്കുവയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ആശാപ്രവർത്തകർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയോടുകൂടി അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഓണറേറിയം വർധനവിൽ ഉൾപ്പെടെയുള്ള തീരുമാനം എടുക്കാൻ ഇത്ര കാലതാമസം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. മറ്റ് രണ്ട് ചർച്ചകളെ അപേക്ഷിച്ച് ഇന്നലെ മറ്റൊരു പുതിയ നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചത് ഒരു കമ്മീഷനെ നിയോഗിക്കാം എന്നുള്ളതാണ്. ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെയും തൊഴിൽ വകുപ്പിന്റെയും ധനവകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ച് 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിച്ചു നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഒരു പുതിയ നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഇന്നലെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കമ്മീഷനെ നിയോഗിക്കാനാണെങ്കിൽ പോലും ഇത്രയും കാലതാമസം എന്തിനെടുത്തു, അത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നുള്ള ആശാപ്രവർത്തകരുടെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ രാപ്പകൽ സമരം തുടങ്ങി 53-ാമത്തെ ദിവസവും നിരാഹാര സമരം തുടങ്ങി 15-ാമത്തെ ദിവസവുമാണ്. അത്തരത്തിലൊരു കമ്മീഷനെ വെച്ച് ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണെങ്കിൽ നേരത്തെ തന്നെ അവർക്കത് ചെയ്യാമായിരുന്നില്ലേ? ഈ 53-ാമത്തെ ദിവസമാണോ ഇനി കമ്മീഷനെ വെക്കുന്നത്? ആ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിക്കാൻ പിന്നെയും 3 മാസം എടുക്കാം. 3 മാസത്തിന് ശേഷം കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടി മാത്രമേ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ള പുതിയ നിർദ്ദേശം ഒരു തരത്തിലും അംഗീകരിക്കാതെയാണ് ഇന്നലെ ചർച്ച അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ചർച്ച അവസാനിപ്പിച്ച് തിരിച്ച് സമരവേദിയിലെത്തിയ ആശാപ്രവർത്തകർ വലിയ രോഷപ്രകടനം, വലിയ പ്രതിഷേധം തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. കാരണം നിലവിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ മേൽ എന്തെങ്കിലുമൊക്കെ ഉള്ള
ഒരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആശാപ്രവർത്തകർ നിൽക്കുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിതല ചർച്ചയുടെ ഇന്നലെ ഇപ്പോൾ നടന്നതിന്റെ രണ്ടാം ഘട്ട ചർച്ച ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ചർച്ചയിലും എന്തെങ്കിലും ഒരു പരിഹാരം ആശാപ്രവർത്തകരുടെ സമരത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് മേൽ ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലാണ് ഇവരുടെ ഈ സമരത്തിന്റെ ഭാവി എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയിൽ നിൽക്കുന്നത്. സമരം അവസാനിപ്പിച്ച് മടങ്ങില്ല എന്ന് ആശാപ്രവർത്തകർ പറയുന്നു. 3000 രൂപ പോലും ഓണറേറിയത്തിൽ കൂട്ടി നൽകില്ല എന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസവും ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്ന പശ്ചാത്തലമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കാണും. അത് തങ്ങളെ അറിയിക്കാനായിരിക്കും ഈ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നുള്ള പ്രതീക്ഷയിൽ പോയ ആശാപ്രവർത്തകർക്ക് വീണ്ടും നിരാശയായിരുന്നു ഫലം എന്നതാണ്. എന്തായാലും ഇന്നിപ്പോൾ വിളിക്കുന്ന ചർച്ച എന്താകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സൂര്യ, ഇന്നലെ നടന്ന ആ ഒരു ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി തങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇത്രയും കാലമായി നേരത്തെ സൂര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്ന ഒരു സംസ്ഥാനം കേരളം കൂടിയാണ്. അതോടൊപ്പം വളണ്ടിയറായി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ ഉയർത്തുന്നതിന് സഹായിക്കേണ്ടതല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നുള്ളൊരു പരാമർശം കൂടി കഴിഞ്ഞ ദിവസം വീണ ജോർജ് നടത്തിയിരുന്നു. ഇപ്പോഴും ആ ഒരു പരാമർശം പോലും നമ്മളെ സൂചിപ്പിക്കുന്നത് ഇത് അടുത്ത കാലത്തൊന്നും പരിഹാരമാകുന്ന ഒരു ലക്ഷണമില്ല എന്നുള്ളതും കൂടിയല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമരം ഇപ്പോൾ 54-ാം ദിവസത്തിലെ എത്തി നിൽക്കുന്ന ഈ ഒരു സമരം ഇനിയും കടുപ്പിക്കാൻ തന്നെ ആയിരിക്കില്ലേ ആശാപ്രവർത്തകരും ഒരുങ്ങുന്നത്? നിലവിൽ സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒരു നീക്കുപോക്കും സമരത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അത് 7000-ൽ നിന്ന് 21,000 ആക്കണം എന്നതിൽ നിന്ന് ഒരു 3000 രൂപയെങ്കിലും കൂട്ടി നൽകണം എന്നുള്ള ആവശ്യമാണ് ഇന്നലെ ചർച്ചയിൽ ആശാപ്രവർത്തകർ ആരോഗ്യ വകുപ്പിന് മുന്നിലേക്ക് വെച്ചത് എന്നുള്ളതാണ് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത എന്ത് ധനപ്രതിസന്ധിയാണ് നിലവിൽ സർക്കാരിനുള്ളത് എന്നുള്ള ചോദ്യം ആശാപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ഇത് ഇത്രത്തോളം വലിയ പ്രതിഷേധം കടുക്കാനുള്ള സാഹചര്യം ആശാപ്രവർത്തകരുടെ സമരം തുടങ്ങിയതിന് ശേഷമാണ് PSC അംഗങ്ങൾക്കും അതുപോലെ തന്നെ KV തോമസിനും ഒക്കെ ഉള്ള വേതനം ഉൾപ്പെടെ കൂട്ടി നൽകിയിട്ടുണ്ടായിരുന്നത്, അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അതാണ് വലിയ പ്രതിഷേധം ആശാവർക്കർമാർക്ക് ഇടയിൽ തീർക്കുന്നത്. അതായത് അവർക്കൊക്കെ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്. ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആശാപ്രവർത്തകർ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അത് എത്തരത്തിലാണ് എന്നുള്ള ചോദ്യമാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ധനവകുപ്പ് അടക്കം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി കമ്മീഷനെ നിയോഗിക്കാം എന്നുള്ള ഒരു ആവശ്യം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനും ഇത്രയും ഒരു കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നേരത്തെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ള ചോദ്യം ആശാപ്രവർത്തകർ ചോദിക്കുന്നു. അതും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. കാരണം ഇത്രയും ദിവസം അവർ പ്രതിഷേധം നടത്തി, സമരം നടത്തി, അതിനിടയിൽ തന്നെ നിരാഹാര സമരം നടത്തി, മഹാസംഗമം നടത്തി, സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തി, നിയമസഭ മാർച്ച് നടത്തി, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ഈ നിരാഹാര സമരം ഇരിക്കുന്നതിൽ പല ആശാപ്രവർത്തകരുടെയും ആരോഗ്യനില വഷളായി അവരെ ആശുപത്രിയിലടക്കം അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സമരം കൊണ്ടെത്തിക്കുന്നു. ഇതിനിടയിൽ ഒന്നും വരാത്ത നിർദ്ദേശം ഈ 53-ാമത്തെ ദിവസം എങ്ങനെ വന്നു? അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടാകുന്ന ചർച്ചയിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മേൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. അത് ഉണ്ടായില്ല എങ്കിൽ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. കാരണം 1000-ൽ നിന്ന് 7000 രൂപയിലേക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഒരു കമ്മീഷന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ സമരസമിതി നേതാക്കൾ ഈ ചർച്ചയ്ക്ക് ശേഷം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7000-ൽ നിന്ന് ഇനി എന്തെങ്കിലും ഓണറേറിയത്തിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ അതിന് ഒരു കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കേവലം 232 രൂപയാണ് പ്രതിദിനം ആശമാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വേതനം. അത് ഒരിക്കലും ഇനി തുടരാൻ കഴിയില്ല. അതിൽ എന്തെങ്കിലും ഒരു വർധനവ് വേണം ആവശ്യം.
സമരത്തിനായിട്ട് ഇറങ്ങിയത് തന്നെ ആ ഓണറേറിയം വർധനവിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് അവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള ആവശ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഇന്നലെ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം, ആശാപ്രവർത്തകർക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത് തന്നെയാണ് ചർച്ചയിൽ ആശാപ്രവർത്തകർ ആരോഗ്യ വകുപ്പിന് മുൻപിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പക്ഷേ അതും തള്ളിക്കളയുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഉള്ള എന്തെങ്കിലും ഒരു മാറ്റം ആ നിലപാടിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത് ഉണ്ടായില്ല എങ്കിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സമരസമിതിയുടെ തീരുമാനം. അപ്പോൾ ഇനിയെങ്കിലും അനുനയത്തിലേക്ക്, ഒരു അനുരഞ്ജനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന CPIM പാർട്ടിക്ക് അത് വലിയൊരു തിരിച്ചടി കൂടിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ 3 ചർച്ചയ്ക്ക് ആരോഗ്യവകുപ്പിന് ആശമാരെ വിളിക്കേണ്ടതായിട്ട് വന്നു. ഈ ചർച്ചകൾ ഒന്നും തന്നെ ഒരു അനുനയിപ്പിച്ച് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പറഞ്ഞുവിടാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പിന് ആശാവർക്കർമാരെ. ഇതിനോടകം തന്നെ അംഗൻവാടി ജീവനക്കാർ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ ആദ്യ ചർച്ചയിൽ തന്നെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് കമ്മീഷനെ നിയോഗിക്കാമെന്ന് പറഞ്ഞ് സമരക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പറഞ്ഞുവിടാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേ സമീപനമാണ് ഈ മൂന്നാമത്തെ മന്ത്രിതല ചർച്ചയിലും ആശാവർക്കർമാർക്ക് നേരെ ആരോഗ്യവകുപ്പ് നടത്താൻ ശ്രമിച്ചത്. പക്ഷേ അതും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യവകുപ്പിന് ചെറിയ പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ്. അത്ര പെട്ടെന്ന് ആശാപ്രവർത്തകരെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാൻ കഴിയില്ല എന്ന് ഇതിനോടകം തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ അതിശക്തമായ സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ പറയുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ആരോഗ്യ വകുപ്പിന് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഈ രാപ്പകൽ സമരവും നിരാഹാര സമരവും തുടരുന്നതിനിടയിൽ തന്നെ അതിശക്തമായ പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും ആശാപ്രവർത്തകർ നടത്തുന്നുണ്ട്. അവർക്ക് വലിയ പിന്തുണ പല കോണുകളിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആശാപ്രവർത്തകരുടെ സമരം അത് ശക്തിയാർജിച്ച് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശാപ്രവർത്തകരുടെ പ്രശ്നത്തിന് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് മേൽ ഒരു അന്തിമ തീരുമാനം ആരോഗ്യ വകുപ്പിന് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അത് ആരോഗ്യ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യും, സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം ചർച്ചയായി ആശമാരുടെ പ്രശ്നങ്ങൾ, അവരുടെ സമരം. അതിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ അടക്കം ആശമാരുടെ സമരം ചർച്ചയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആശമാരുടെ കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ CPM നിസ്സംഗത പുലർത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യങ്ങൾ അവർക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല ഭാഗത്തു നിന്നും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ആശമാരുടെ സമരം അത് പ്രതികൂലമായിട്ട് CPM-നെ ബാധിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ പാർട്ടിക്ക് അകത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു അനുനയ ചർച്ച നടത്തി ആശാപ്രവർത്തകരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക, സമരം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു പക്ഷേ സർക്കാർ എത്തുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ശരി സൂര്യ.